അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സി.എച്ച്. മുസ്തഫയുടെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള ഖുത്ബ പ്രസംഗം, അത് സംബന്ധിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചില സംഗതികൾ പറഞ്ഞത്. മുസ്തഫയുടെ ചരിത്ര വിജ്ഞാനീയത്തെ സംബന്ധിച്ച് എന്തായിരുന്നാലും നമ്മൾക്ക് അസൂയ തോന്നേണ്ടതുണ്ട്. അത്ര വലിയ അപാരമായിട്ടുള്ള ചരിത്ര വിജ്ഞാനമാണ് അദ്ദേഹം ഈ ഇത്രയും കാലം കൊണ്ട് ആർജിച്ചെടുത്തിട്ടുള്ളത്. അത് സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം അബൂ സുഫിയാൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, നബിയെയും ഇസ്ലാമിനെയും തകർക്കാനും നബിയെ മർദ്ദിക്കാനും ഒക്കെ വേണ്ടി അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ള സമീപനങ്ങൾ, ഇതൊക്കെയാണല്ലോ അദ്ദേഹം പറയണത്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ പ്രമാദമായിട്ടുള്ള ഒരു സംഗതിയാണ്, അദ്ദേഹം എത്യോപ്യയിലേക്ക് ഹിജറ പോയിരുന്ന സഹാബിമാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ നേഗസ് രാജാവിൻ്റെ അടുത്ത് പോയിട്ട് അവരെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് അബൂ സുഫിയാൻ വേറെ ആരുമല്ല, നേഗസിനോട് പറഞ്ഞു എന്നുള്ള വിവരം. ഈ വിവരം നമ്മൾക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടൂല. അത് കിട്ടണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ചരിത്ര പണ്ഡിതനായിട്ടുള്ള സി.എച്ച്. മുസ്തഫ മൗലവിയുടെ ആ തിരുനാക്കിൽ നിന്ന് തന്നെ നമ്മളത് കേൾക്കണം എന്നുള്ളതാണ്. ആ തിരുനാക്ക് എത്ര അർത്ഥവത്തായിട്ടാണ് അല്ലെങ്കിൽ പ്രാഗൽഭ്യത്തോടു കൂടിയാണ് ഇത് വിളിച്ചു പറയുന്നത് എന്ന് ആ പ്രസംഗം കേട്ടാൽ നമുക്ക് ബോധ്യമാവും. യഥാർത്ഥത്തിൽ എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നു, ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. ഇസ്ലാമിലേക്കാണ് ക്ഷണിക്കുന്നത് കേട്ടോ, അല്ലാതെ മുസ്തഫ മൗലവി പറയണ മാതിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കൂട്ടരോടും നിങ്ങൾ നിന്നോട് തന്നെ നിന്നോളി, ഇങ്ങോട്ട് വരണ്ടെന്ന് പറയല്ല ചെയ്തത്. അതുതന്നെ നബി ചെയ്ത ഏറ്റവും വലിയൊരു അബദ്ധമാണ്. കാരണം നബിയോട് അല്ലാഹ് കൽപ്പിച്ചതായിട്ട് മുസ്തഫ പറയുന്നത് ഓരോ വിഭാഗവും അവർ നിന്നിടത്ത് നിൽക്കാൻ വേണ്ടി പറയണമെന്നാണ്. അത് പറയുന്നതിന് പകരം ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. താൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് അംഗീകരിക്കണം, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ശിക്ഷയാണ് വരാൻ പോകുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്. അത് കേട്ടിട്ടാണ് ഈ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത്. അങ്ങനെ മക്കയിലുള്ള അബൂ സുഫിയാനൊക്കെ ഉണ്ട്. ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അബൂജഹൽ, അബൂ സുഫിയാൻ, അതുപോലുള്ള ആളുകളൊക്കെ കൂടിയിട്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും മർദ്ദിച്ചൊതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിലൊന്നും നമ്മൾ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ഈ മർദ്ദിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ കൂട്ടത്തിൽ ഉമവികൾ മാത്രമാണോ ഉള്ളതെന്ന് ചോദിച്ചാൽ അല്ല, അവരിൽ ഹാഷിമികളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ഹാഷിമികളിൽ ഒരാളാണ് അബൂ ലഹബ്, മറ്റൊരാളാണ് അബൂ സുഫിയാൻ ബിൻ ഹാരിസ് എന്ന് പറയുന്ന ആൾ. ഈ പറയുന്ന അബൂ സുഫിയാൻ ബിൻ ഹർബാണ്. മുസ്തഫ പറയുന്ന അബൂ സുഫിയാൻ അദ്ദേഹം അബൂ സുഫിയാൻ ബിൻ ഹർബാണ്. മറ്റേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ പിതൃവ്യൻ്റെ മകൻ ബനു ഹാഷിമിൽ പെട്ടിട്ടുള്ള അബൂ സുഫിയാൻ ബിൻ ഹാരിസാണ്. ആ വ്യത്യാസമുള്ളത്. അപ്പോൾ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരിൽ തിരിയുന്നുണ്ട്. നേഗസ് രാജാവിൻ്റെ അടുത്തേക്ക് ഈ ദൗത്യസംഘത്തെ അയക്കാൻ വേണ്ടി ശ്രമിച്ചതിലും അബൂ സുഫിയാനുണ്ട്, അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇവിടെ മുസ്തഫ മൗലവി പറഞ്ഞ മാതിരി അബൂ സുഫിയാനാണോ നേഗസ് രാജാവിൻ്റെ അടുത്തേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആ വിവരം നമുക്ക് കിട്ടണമെങ്കിൽ അത് മുസ്തഫ മൗലവിയുടെ തിരുനാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുള്ളൂ, ചരിത്രത്തിൽ നിന്ന് കിട്ടൂല എന്നാണ്. അപ്പോൾ ആരാണ് അബൂ സുഫിയാൻ ഈ നേഗസിൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ളത്?
ഖുറൈശികൾ ഈ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നേഗസ് രാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരാൾ അംറുബിനുൽ ആസാണ്, അബൂ സുഫിയാനല്ല. ഈ അംറുബിനുൽ ആസ് ഒരു കച്ചവടക്കാരൻ തന്നെയാണ്. അദ്ദേഹം കച്ചവട ആവശ്യത്തിന് വേണ്ടി ചിലപ്പോഴൊക്കെ എത്യോപ്യയിൽ പോകാറുണ്ട്. അപ്പോൾ അവിടെ രാജാവുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. അങ്ങനെയുള്ള വർത്തക പ്രമുഖന്മാരാകുമ്പോൾ രാജാക്കന്മാർ അവരെ വിളിച്ചു വരുത്തുകയും അവരെ സ്വീകരിക്കുകയും അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുകയൊക്കെ ചെയ്യും. കാരണം നാട്ടിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ ഇവർക്ക് വലിയ പങ്ക് വഹിക്കാറുണ്ട്. അത് വിദേശ കച്ചവടക്കാരായാലും നാട്ടിലെ കച്ചവടക്കാരായാലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നേഗസും അംറുബിനുൽ ആസും നല്ല ബന്ധമാണ്. അംറുബിനുൽ ആസിൻ്റെ കൂടെ പോയിട്ടുള്ള മറ്റൊരാളുണ്ട്, അമാറത്ത് ബിൻ അൽ വലീദ് എന്ന് പറയുന്ന ആളാണ്. ഇവർ രണ്ടാളും കൂടിയാണ് നേഗസ് രാജാവിൻ്റെ അടുത്തേക്ക് പോണത്. അങ്ങനെ നേഗസ് രാജാവിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന് സമ്മാനങ്ങൾ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സമ്മാനം എന്ന് പറഞ്ഞാൽ ഈ ഉറക്കിട്ട തോലാണ്. അങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഞങ്ങളെ ദീനൊക്കെ ഒഴിവാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാലോ അവർ താങ്കളുടെ നാട്ടിൽ വന്നിട്ട് താങ്കളുടെ മതം സ്വീകരിച്ചിട്ടുമില്ല. അപ്പോൾ നേഗസ് ചോദിച്ചു, എൻ്റെ നാട്ടിലോ? അതെ, താങ്കളുടെ നാട്ടിൽ തന്നെ എന്നിവർ മറുപടി പറഞ്ഞു. അപ്പോൾ നേഗസ് രാജാവ് ഇവരെ വിളിച്ചു വരുത്തി ഇവർ ദർബാറിലേക്ക് നേഗസിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബിൻ്റെ മകൻ ജാഫറുണ്ട്. ജാഫർ തൻ്റെ ആളുകളോട് പറഞ്ഞു, ഇന്ന് നേഗസിനോട് സംസാരിക്കാൻ നിങ്ങളാരും സംസാരിക്കാൻ പാടില്ല, ഞാനാണ് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ അവർ നേഗസ് രാജാവിൻ്റെ ദർബാറിലേക്ക് പോവാണ്. രാജാക്കന്മാരുടെ മുമ്പിൽ ചെന്നാൽ അന്നുണ്ടായിരുന്ന സമ്പ്രദായം രാജാവിൻ്റെ മുമ്പിൽ കുമ്പിടണം, സുജൂദ് ചെയ്യണം. സുജൂദ് പറഞ്ഞാൽ സാധാരണ നിലത്ത് മുഖം കുത്തുക എന്നൊന്നും അതിന് അർത്ഥം ഉണ്ടാവണമെന്നില്ല. കുമ്പിടുക, അവരുടെ മുമ്പിൽ കുനിയണം. അപ്പോൾ ഇവർ കടന്നു ചെന്നപ്പോൾ ഈ നേഗസിൻ്റെ വലതു ഭാഗത്ത് അംറുബിനുൽ ആസും ഇടത്തെ ഭാഗത്ത് ഉമാറയാണ് ഇരിക്കുന്നത്. സദസ്സിൽ ക്രിസ്തീയ പണ്ഡിതന്മാരുണ്ട്. ഇവർ ജാഫർ റളിയല്ലാഹു അൻഹുവിനോടും സംഘത്തോടും രാജാവിൻ്റെ മുമ്പിൽ കുമ്പിടാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ കുമ്പിടൂല, അള്ളാഹിൻ്റെ മുമ്പിലേ കുമ്പിടുള്ളൂ. അപ്പോൾ നേഗസ് ചോദിച്ചു, അതെന്താണ് അങ്ങനെ? അപ്പോൾ ജാഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, അദ്ദേഹം ഞങ്ങളോട് ചില കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അതിലുള്ള കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്. അതിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ, കുമ്പിടാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കുമ്പിടാത്തത്, അല്ലാതെ രാജാവിനെ അപമതിച്ചുകൊണ്ട് ഒന്നുമല്ല. ഇത് ഞങ്ങളുടെ ആദർശത്തിന് വിരുദ്ധമാണ്, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നേഗസ് ചോദിച്ചു, നിങ്ങളുടെ പ്രവാചകൻ എന്തൊക്കെയാണ് പറയുന്നത് ചോദിച്ചു. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ അംറുബിനുൽ ആസ് നേഗസിനോട് പറഞ്ഞു, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇവർ ഈസബിന് മറിയം യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് എന്താണ് പറയുന്നതെന്നൊന്ന് ചോദിച്ചു നോക്കി. അവർ യേശുക്രിസ്തുവിൻ്റെ ആളുകളും ആയിട്ടില്ലല്ലോ. അപ്പോൾ നേഗസ് ഇവരോട് ചോദിച്ചു, ജാഫർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങളുടെ പ്രവാചകൻ എന്താണ് ഈസബിന് മറിയമ്മിനെ പറ്റി പറയുന്നത്, അതായത് യേശുക്രിസ്തുവിനെ പറ്റി പറയണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സൂറത്ത് മറിയമിൻ്റെ ആദ്യ ഭാഗം അദ്ദേഹത്തെ ഓതി കേൾപ്പിച്ചു. അപ്പോൾ നേഗസിന് അത് നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം നേഗസ് എന്ന് പറഞ്ഞാൽ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നോ ദൈവമാണെന്നോ ഒന്നും വിശ്വസിക്കുന്ന ആളല്ല. അദ്ദേഹം യേശു ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എത്യോപ്യയിലെ മഹാഭൂരിപക്ഷം ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് യേശു ദൈവപുത്രനാണ്, ദൈവമാണെന്നാണെങ്കിലും നേഗസ് മറിച്ചാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ജാഫർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ വിവരം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് തന്നെയാണ് ഈസാ നബി മറിയൻ്റെ അവസ്ഥ. അദ്ദേഹം അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനായിരുന്നു, അദ്ദേഹം ദൈവമല്ല, അതാണ് ഞാനും വിശ്വസിക്കുന്നത് എന്ന് നേഗസും പറഞ്ഞു. അപ്പോൾ അതോടുകൂടി എന്തായി,
ഇവരോട് നാഗസ് പറഞ്ഞു, നിങ്ങൾ പിന്നെ എൻ്റെ നാട്ടിലാണ് വന്നിട്ടുള്ളത്, എൻ്റെ എന്നോട് അഭയം തേടിയിട്ട് പിന്നെ ആണല്ലോ വന്നത്. അതുകൊണ്ട് നിങ്ങളിവിടെ സുഖമായിട്ട് ജീവിച്ചു കൊള്ളുക. നിങ്ങളാരും യാതൊരു മർദ്ദനവും നിങ്ങൾക്ക് ഏൽപ്പിക്കില്ല, യാതൊരു പ്രയാസവും നിങ്ങൾക്ക് ഉണ്ടാക്കില്ല, നിങ്ങളുടെ സുഖമായിട്ട് ജീവിച്ചു കൊള്ളുക എന്ന് ഇവരോട് പറഞ്ഞു. അംർ ബിൻ ആസിനോടും ഉമാറയോടും തിരിച്ചു പോകാനും പറഞ്ഞു. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ മുസ്തഫ പറയുന്നത് എന്താണ്? മുസ്തഫ പറയുന്നത് അബൂ സുഫിയാനാണ് എത്യോപ്യയിലേക്ക് പോയിട്ട് നേഗസിൻ്റെ അടുത്ത് നിന്ന് ഈ ആളുകളെ മക്കയിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടി ശ്രമം നടത്താൻ വേണ്ടി എത്യോപ്യയിലേക്ക് പോയിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞുകൊണ്ട് അബൂ സുഫിയാൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ എതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിലൊക്കെ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. ഒക്കെ ശരിയാണ്. അദ്ദേഹം ഇസ്ലാമിൻ്റെ നബിയുടെയൊക്കെ ശത്രുവായിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിലൊന്നും നമ്മൾ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ശത്രുവായിരുന്നു എന്ന് കരുതിയിട്ട് ഒരു മനുഷ്യൻ്റെ പേരിൽ ഇല്ലാത്തത് പുരാതികൾ പറഞ്ഞുണ്ടാക്കി കള്ളം പറയേണ്ട കാര്യം എന്താ? ഇനി അബൂ സുഫിയാൻ ഇങ്ങനെയൊക്കെ ചെയ്തുള്ളത് ശരി, അബൂ സുഫിയാൻ ഒരു ഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചുവോ? അതാണല്ലോ പിന്നെ പരിശോധിക്കേണ്ട കാര്യം. അത് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം യുദ്ധത്തിന് പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ മക്കയിലുള്ള ആളുകൾ ഇസ്ലാമിൽ നിന്ന് തെന്നിമാറി ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്നതിൽ നിന്ന് മക്കയിലെ ജനങ്ങളെ ഇസ്ലാമിൽ പിടിച്ചു നിർത്തുന്നതിൽ വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ആൾ കൂടിയാണ് അബൂ സുഫിയാൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഇത് മാത്രമല്ല, ഇവിടെ നമ്മളെ മുസ്തഫ മൗലവി വേറെ ഒരു കളവും കൂടി പറയുന്നുണ്ട്. അതെന്താണ്? ഹുദൈബിയ്യയിൽ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ഖുറൈശികളുടെ പക്ഷത്ത് നിന്ന് സംസാരിച്ചിരുന്നത് അത് അബൂ സുഫിയാനാണ്. ആ കരാറിൽ ഒപ്പിട്ടുള്ളത് അബൂ സുഫിയാനാണ് എന്ന വലിയ മറ്റൊരു വിവരം കൂടി മുസ്തഫ മൗലവി നമ്മുടെ മുമ്പിൽ വിളമ്പുന്നുണ്ട്. എവിടെ നിന്നാണ് മൂപ്പർക്കിത് കിട്ടിയതെന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. മൂപ്പര് മഹാപണ്ഡിതനാണ്. മൂപ്പര് സത്യമേ പറയുള്ളൂ. അബദ്ധങ്ങളൊന്നും പറ്റിപ്പോവില്ല, ഒന്നും വരില്ല. ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള യാതൊരു സംഗതിയും മൂപ്പരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ട. അത്രയ്ക്ക് വളരെ സംശുദ്ധമായിട്ടുള്ള ജീവിതത്തിൻ്റെ മാതൃകാപരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ആളാണ്. അബൂ സുഫിയാനൊക്കെ അദ്ദേഹം കടത്തി വിട്ടു. അബൂ സുഫിയാൻ അവിടെ കിടക്കണ്, മുസ്തഫ മൗലവി അവിടെ കിടക്കണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഏതായിരുന്നാലും ഈ ഹുദൈബിയ്യ സന്ധിയിൽ ഒപ്പുവെച്ചതാരാ? മുസ്തഫ പറയുന്നത് അബൂ സുഫിയാനാണെന്നാണ്. അത് കള്ളം പറഞ്ഞു എന്നൊന്നും നമ്മൾ പറയണ്ട. അങ്ങനെ ഒരു മനുഷ്യനെ പറ്റി പറയാൻ പറ്റില്ല, വിശേഷിച്ചും അങ്ങനെയുള്ള ഒരു പണ്ഡിതനെ പറ്റി. പക്ഷേ ചരിത്രത്തിൽ നമ്മൾ വായിക്കണത് അവിടെ ഒപ്പുവെച്ചിട്ടുള്ളത് അബൂ സുഫിയാനല്ല, നബിയുമായിട്ട് സംസാരിച്ചിട്ടുള്ളതും ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളതും ഒക്കെ സഹീൽ ബിൻ അംർ എന്ന് പറയുന്ന മനുഷ്യനാണ്. ആ സഹീലും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ചരിത്രം. ഈ സഹീൽ കടന്നു വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹൂലൽ അംറു, കാര്യം വളരെ എളുപ്പമായിട്ടുണ്ട് എന്ന് ഹുദൈബിയ്യയിൽ വെച്ചിട്ട് സഹാബിമാരോട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തിലില്ലാത്ത സംഗതികൾ എടുത്തിട്ട് ഒരു ഇസ്ലാമിന് വേണ്ടി ഒരു ഘട്ടത്തിൽ ഇസ്ലാമിനെതിരിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യൻ, അയാൾ പിന്നീട് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല വളരെയേറെ ത്യാഗങ്ങൾ വരിച്ചിട്ടുള്ളൊരു മനുഷ്യൻ എന്ന് വെച്ചിട്ട് അബൂ സുഫിയാൻ്റെ അടുത്ത് നിന്ന് അപാകതകൾ ഉണ്ടായിക്കൂടാന്നൊന്നും നമുക്ക് അഭിപ്രായമൊന്നുമില്ല. ഉണ്ടാവാം, എല്ലാവരും മനുഷ്യരാണല്ലോ. പക്ഷേ ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞിട്ട് തൻ്റെ കാഴ്ചപ്പാടുകൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കേണ്ട ഒരു ഗതികേട് നമ്മളുടെ ഈ മുസ്തഫന്മാരേക്ക് വന്നുപെട്ടതിലാണ് നമ്മൾക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ അത് അദ്ദേഹം അർഹിക്കുന്നത് തന്നെയാണ്. കാരണം അദ്ദേഹം അങ്ങനെയാണ് മുമ്പോട്ട് പോണത്. ആരെ അബൂ സുഫിയാൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ബനൂ ഉമയ്യയിൽ പെട്ട ആളുകളായതുകൊണ്ട് അവരെ പറ്റി എന്നും കളവും പറയാം എന്നതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനമെങ്കിൽ അദ്ദേഹം അതുമായി മുമ്പോട്ട് പോയിക്കോട്ടെ എന്ന് നമുക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ. ഏതായിരുന്നാലും ചരിത്രത്തിലുള്ള വസ്തുതകൾ പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള കള്ളം പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നൊരു അപേക്ഷ നമ്മൾക്ക് മൂപ്പരുടെ മുമ്പിൽ വെക്കാനുണ്ട്.